എവരിവൺ, മെഡിക്കൽ ലൈഫ് മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സൈസസ് ഓഫ് മെഡിക്കൽ ഗ്യാസ് സിലിണ്ടർ ആണ്. മെഡിക്കൽ ഗ്യാസ് സിലിണ്ടറിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അവൈലബിൾ ഇൻ സൈസസ് ഫ്രം എ ടു ഇ ആൻഡ് ജി എച്ച് ആൻഡ് എം. ഏതൊക്കെ സൈസസിലാണ് മെഡിക്കൽ ഗ്യാസ് സിലിണ്ടർ അവൈലബിൾ ആയിട്ടുള്ളത് എന്നതാണ് ഈ പോയിന്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എ ടു ഇ സൈസസ് തൊട്ട് ജി എച്ച് എം എന്നീ സൈസസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സൈസ് എ ഇസ് ദ സ്മോളസ്റ്റ്. ഏറ്റവും ചെറിയ സൈസ് ഓഫ് മെഡിക്കൽ ഗ്യാസ് സിലിണ്ടർ എന്ന് പറയുന്നത് എ ആണ്. സൈസ് ഇ കോമൺലി യൂസ്ഡ് ഇൻ അനസ്തേഷ്യ മെഷീൻ. അനസ്തേഷ്യ മെഷീന്റെ പുറകിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിലിണ്ടറിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ടൈപ്പ് ഇ സിലിണ്ടർ ആണ്. നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചിരിക്കണം, കാരണം വൈവേക്കിക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ സൈസ് ഡി പേഷ്യന്റ് ട്രാൻസ്ഫർ ഇൻ ഹോസ്പിറ്റൽ. പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന മെഡിക്കൽ ഗ്യാസ് സിലിണ്ടർ ആണ് ടൈപ്പ് ഡി സിലിണ്ടർ. ഇതെല്ലാം സൈസസ് ആണ് കേട്ടോ, അതായത് നമ്മുടെ മെഡിക്കൽ ഗ്യാസ് സിലിണ്ടേഴ്സിന്റെ സൈസസ് ആണ്. എ ബി സി ഡി അങ്ങനെയുള്ള സൈസസ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ സൈസ് ഇ അതായത് നമ്മുടെ അനസ്തേഷ്യ മെഷീന്റെ ബാക്കിൽ യൂസ് ചെയ്യുന്ന സിലിണ്ടറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കാം. ടയർ വെയിറ്റ് 6 kg ആണ്, 6 കിലോയാണ് ടയർ വെയിറ്റ് ആയിട്ട് പറയുന്നത്. ദെൻ O2 വോളിയം 660 ലിറ്റർ ആയിരിക്കും നമ്മൾ അതിനകത്ത് ഫില്ല് ചെയ്യുന്നുണ്ടാവുക. ദെൻ നൈട്രസ് ഓക്സൈഡ് ആണെങ്കിൽ 1600 ലിറ്റർ ആയിരിക്കും ഫിൽ ചെയ്യുന്നുണ്ടാവുക. ഇനി നമുക്ക് സൈസ് എച്ച് സിലിണ്ടറിനെ പറ്റിയിട്ട് നോക്കാം. ഏറ്റവും വലിയ സൈസ് ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് എച്ച് ആണ്. ഇതിന്റെ ടയർ വെയിറ്റ് എന്ന് പറയുന്നത് 50 kg ആണ് കേട്ടോ, 50 കിലോയാണ്. അതോടൊപ്പം തന്നെ O2 വോളിയം അതിനകത്ത് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നത് 6600 ലിറ്റർ ആണ്. നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത് 16000 ലിറ്റർ ആണ്. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു തരേണ്ട റീസൺ എന്ന് പറയുന്നത് ഇതെല്ലാം വൈദ്യക്ക് ചോദിക്കാനുള്ള ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിപ്പോ ഇതെല്ലാം പാർട്ടായിട്ട് ഇടുന്നത്. കാരണം പഠിക്കുന്ന കാര്യമായതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കും, അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് വീഡിയോസ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഈ സബ്ജക്ട് പഠിക്കുന്ന സ്റ്റുഡൻസിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെയും ഓക്കെ, ബൈ.